ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടം മാത്രം സീരിയലിന്റെ ഇനി നടക്കാൻ പോകുന്ന അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ഇഷിതയാണെന്നുണ്ടെങ്കിൽ മഹേഷ് പറയുന്നുണ്ട്, ആതിരേന ഞാൻ എന്തായാലും കണ്ടുപിടിക്കോടോ, കണ്ടുപിടിച്ചതിന് ശേഷം വിനോദിനെ പുറത്തിറക്കുകയും ചെയ്യും. അത് കേട്ട് ഇഷിത പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എനിക്ക് വല്ലാത്ത സന്തോഷമാകും. വിനോദ് പുറത്തിറങ്ങുകയാണെങ്കിൽ അടുത്ത മുഹൂർത്തം തന്നെ വിനോദിന്റെയും സുജിയുടെ വിവാഹം നടത്തി വെക്കണം. അങ്ങനത്തെ ഒരു പ്ലാന് എനിക്കുമുണ്ട് എന്ന് മഹേഷ് പറയാട്ടോ. അതിനുശേഷം നമ്മുടെ മഹേഷ് ആണെങ്കിൽ ആതിരനെ അന്വേഷിച്ചുള്ള ജോലി തിരക്കിനിടയിലാണ്. അതേസമയം നമ്മുടെ സാന്ദ്ര ആണെങ്കിൽ മഹേഷിനെ സഹായിക്കുന്നുണ്ട് കേട്ടോ. സാന്ദ്ര പറയുന്നുണ്ട്, ആകാശിന്റെയും അതുപോലെ തന്നെ നമ്മുടെ മന്ത്രി അൻസാരി ദാസിന്റെ കുറച്ച് കോൾസും അതുപോലെ തന്നെ അവർ പോകുന്ന കാര്യങ്ങളൊക്കെ ട്രേസ് ചെയ്തിട്ട് ഏകദേശം നമ്മുടെ ആതിര ഏത് ലൊക്കേഷനിലാണ് ഉള്ളതെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ മഹേഷിന് ഭയങ്കര സന്തോഷമാവാണ്. സത്യമാണോ സാന്ദ്രെ താനീ പറയണത്? അതെ, സത്യം തന്നെയാണ്. അപ്പോ എവിടെയാണ് അവരുള്ളതെന്ന് ചോദിക്കുമ്പോൾ അത് കുറച്ച് റിസ്ക് ആയിരിക്കും. മഹേഷ് ഒറ്റക്ക് പോവരുത്, കൂടെ ആരെങ്കിലും കൂട്ടിയിട്ട് വേണം പോകാനായിട്ട്, അല്ലെങ്കിൽ അപകടമാകും എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാടോ, ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന് മഹേഷ് പറയുന്നുണ്ട്. ശേഷം സാന്ദ്ര പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇന്ന സ്ഥലത്താണ് ആതിര ഉള്ളത് എന്ന് പറഞ്ഞു കൊടുക്കാട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ മഹേഷ് സുജീനെ വിളിച്ചോണ്ട് നേരെ പോകുന്നത് സാന്ദ്ര പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്കാട്ടോ. അവിടെ എത്തുമ്പോഴേക്കും മഹേഷ് നോക്കുമ്പോൾ അതൊരു ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു പഴയ കെട്ടിടമാണ്. അവിടെ കുറച്ച് ഗുണ്ടകൾ മുൻപിൽ തന്നെ നിൽക്കുന്നുണ്ട്, നമ്മുടെ ആതിരനെ ആരും പിടിച്ചോണ്ട് പോവാതെ ഇരിക്കാനൊക്കെ ആയിട്ട്. അപ്പൊ സുചിത്ര അടുത്ത് പറയുന്നുണ്ട്, അവിടെ ഇങ്ങനെ ഗുണ്ടകളൊന്നും ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല, ഇതിപ്പോ ഒത്തിരി ഗുണ്ടകളുണ്ട്. അപ്പൊ ആതിരനെ ഞാൻ ആദ്യം പോയി നോക്കാം. അപ്പൊ സുചിത്ര പറയണ്ടേ, മഹേഷ് ഏട്ടാ അപകടമാവോ, നമുക്ക് വേറെ ആരെങ്കിലും ഹെൽപ്പിനെ വിളിക്കണോ? ഒരു കുഴപ്പമില്ല, നീ വണ്ടിനുള്ളിൽ ഇരുന്നാ മതി എന്ന് മഹേഷ് പറയാണ്. ശേഷം മഹേഷ് നേരെ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഗുണ്ടകളുടെ ആക്രമണം നന്നായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഗുണ്ടകളെല്ലാം കൂടി മഹേഷിനെ ഇടിക്കുകയാണ്. മഹേഷ് തിരിച്ചു നല്ല രീതിയിൽ തന്നെ അവർക്ക് നല്ല അടിയും പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്. വലിയൊരു ഫൈറ്റ് തന്നെയാണ് ഉണ്ടാവുന്നത്. ആ ഫൈറ്റിനൊടുവിൽ മഹേഷ് ആ ഒരു പഴയ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് കയറാണ്. ആ കയറുമ്പോഴേക്ക് നോക്കുമ്പോൾ ആതിര അവിടെ തളർന്നൊടിഞ്ഞ് ഇരിക്കാട്ടോ കസേരപ്പുറത്ത്. കയ്യിലും കാലിലൊക്കെ കയറൊക്കെ വെച്ച് കെട്ടി, ആതിരക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ കയ്യിലൊക്കെ സിറിഞ്ച് വെച്ച് കുത്തി മയക്കുമരുന്നൊക്കെ കൊടുത്തിട്ട് വല്ലാത്തൊരു അവസ്ഥയിലാണ് ആതിര അവിടെ കഴിയണത്. ആതിരയുടെ വായിൽ തുണി വെച്ച് കെട്ടിയതിന് ശേഷം വായ പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടിയിട്ടുണ്ടായിരുന്നു. അത് മഹേഷ് പറിച്ചെടുക്കുന്ന സമയത്ത് വേറൊരു ഗുണ്ട മഹേഷിന്റെ പുറകില് മുതുകിലിട്ട് അടിക്കുകയാണ്. മഹേഷ് വീണ്ടും അവിടെ നിന്ന് ആ ഗുണ്ടനെ ഇടിച്ച് നിരപ്പാക്കി ആതിരനെ വിളിക്കുന്നുണ്ട്. ആതിരെ ആതിരെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. പക്ഷെ ആതിര എഴുന്നേക്കുന്നില്ല. മഹേഷ് ആ കെട്ടൊക്കെ അയച്ചതിന് ശേഷം ആതിരനെ പൊക്കിയെടുത്തോണ്ട് വണ്ടിയിലേക്ക് കയറാട്ടോ. നേരെ പോണത് നമ്മുടെ ഇഷിതയുടെ ഹോസ്പിറ്റലിലേക്കാണ്. ഈ വിവരം ആരും അറിയാതെ നോക്കണമെന്ന് ഇഷിത മഹേഷിനോട് പറയുന്നുണ്ട്. ശേഷം ഹോസ്പിറ്റലിൽ ആതിരനെ കിടത്താണ്. അപ്പോൾ ആതിരയുടെ ശരീരത്തിൽ വെച്ചിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ കയറ്റിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇറക്കുന്ന ഒരുപാട് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതായത് ഒരാഴ്ച സമയമുണ്ട് വിനോദിനെ കോടതിയിൽ ഹാജരാക്കാനായിട്ട്. അതിനുള്ളിൽ ആതിരനെ ഓക്കെ ആക്കി എടുത്തേ പറ്റൂ. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആതിര രക്ഷപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, മഹേഷാണ് ആതിരനെ രക്ഷപ്പെടുത്തുന്ന കാര്യം ആകാശും അതുപോലെ തന്നെ അൻസാരി ദാസിനും മനസ്സിലാവാട്ടോ. അവര് പറയുന്നുണ്ട്, മഹേഷിനെ അവന്റെ ഭാര്യനെയും കൊണ്ട് ഒരു സമാധാനം ഇല്ലല്ലോ, ആതിരനെ കൊണ്ടുപോയി ആതിരെങ്ങാനും കോടതിയിൽ എത്തിക്കഴിഞ്ഞാ ആകാശെ നമ്മൾ പിന്നെ ജീവിച്ചെടുത്തിട്ട് കാര്യമില്ല എന്ന് നമ്മുടെ മന്ത്രി പറയുമ്പോഴേക്കും ആകാശ് പറയുന്നുണ്ട്, സാർ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ എന്തായാലും അവളെ കോടതിയിൽ എത്താൻ വേണ്ടി സമ്മതിക്കില്ല. അവൾ എന്തായാലും ഏതെങ്കിലും ട്രീറ്റ്മെന്റിലായിരിക്കും. ഇപ്പോൾ മിക്കവാറും അതിശുദ്ധയുടെ ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും. അവിടെ എനിക്ക് പരിചയമുള്ള ഒരു സിസ്റ്റർ ഉണ്ട്. ആ സിസ്റ്ററിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞാൻ ആതിരനെ പുറത്തെടുക്കും എന്ന് പറയണം. അപ്പൊ അൻസാരി പറയണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്യണം. ദിവസം വൈകും തോറും നമ്മുടെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുവാണ് എന്ന് പറയുമ്പോൾ മന്ത്രി പറയുമ്പോൾ ആകാശ് പറഞ്ഞിട്ട്, തീർച്ചയായിട്ടും ഞാൻ ഉടനെ തന്നെ അവളെ പൊക്കിയിരിക്കും എന്ന് പറയണം. ശേഷം ആതിരനെ അവിടെ നിന്ന് പൊക്കാൻ വേണ്ടി നമ്മുടെ ആകാശ് പഠിച്ച പണി 18 നോക്കാട്ടോ. പക്ഷെ മഹേഷിന് അറിയാം ഇന്നല്ലെങ്കിൽ നാളെ ആകാശ് ഹോസ്പിറ്റലിൽ അന്വേഷിച്ചു വരുമെന്ന്. അതുകൊണ്ട് തന്നെ മഹേഷ് ആതിരനെ അതിന് മുമ്പേ തന്നെ സ്ഥലം മാറ്റിയട്ടോ. വേറെ എവിടെയല്ല, നമ്മുടെ പ്രിയാമണിയുടെ വീട്ടിലേക്കാണ് മാറ്റിയത്. അവിടെ ഒരു റൂമിൽ ആതിരനെ കിടത്തിയിരിക്കാട്ടോ. അവിടെയാണ് ചികിത്സയും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യണത്. അവിടെ നിന്ന് ആതിരനെ പൊക്കിക്കൊണ്ടു പോകാൻ ആർക്കും സാധിക്കില്ലല്ലോ.
അങ്ങനെ കോടതി കൂടുന്ന ദിവസം വരുവാണ്. അപ്പൊ ഇഷിതയും കോടതിയിലേക്ക് വരുന്നുണ്ട്. കാരണം ആതിര കേസ് എന്ന് പറയുമ്പോൾ ഇഷിത അതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇഷിതയും വരുന്നുണ്ട്. ആതിരനെ അപ്പോഴേക്കും നോക്കി ആക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആതിരനെയും കൊണ്ടുവരുന്നുണ്ട്. പിന്നെ വിനോദ് ഉണ്ട്. അങ്ങനെ കുറെ പേരുണ്ട്. പിന്നെ നമ്മുടെ ചക്കിയുടെ അച്ഛനും എല്ലാവരും ഉണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ വിനോദിനെതിരായിട്ട് മറ്റേ മന്ത്രിയുടെ ആൾക്കാരും ആകാശിന്റെ ആൾക്കാരൊക്കെ ഓരോന്നത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനെയൊക്കെ എതിർത്തുകൊണ്ട് മഹേഷ് വെച്ച വക്കീൽ നല്ല രീതിയിൽ തന്നെ കേസ് വാദിക്കുന്നുണ്ട് കേട്ടോ. വിനോദ് നിരപരാധിയാണെന്നും ഇതിന്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണെന്നും അങ്ങനെ പലതും പറഞ്ഞിട്ട് അവർ ഓരോരോ തെളിവുകളും കാര്യങ്ങളും നിരത്തുവാണ്. അതിനുശേഷം ഇഷിതേനെ വിളിക്കുന്നുണ്ട് കോടതിയിൽ. ഇഷിത പ്രതിക്കൂട്ടിൽ കയറിയിട്ട് ഇഷിതയും ഇഷിതയുടെ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ പറയാട്ടോ. ആതിരനെ 2 പ്രാവശ്യം രക്ഷപ്പെടുത്തി എടുത്തിയത് ഞാനാണ്. ആതിരയുടെ അവസ്ഥ വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയായിരുന്നു. മയക്കുമരുന്നെല്ലാം കുത്തിവെച്ച് അവൾക്ക് നാവ് ചലിപ്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ആകാശും ഈ മന്ത്രി അൻസാരിദാസും ആതിരനെ കെട്ടിയിട്ടത്. അവിടെ നിന്ന് കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ ഭർത്താവും അനിയത്തിയും കൂടിയിട്ട് ആകാശിനല്ല വിനോദിനെ മോചിപ്പിച്ചത്. വിനോദ് ഈ കാര്യത്തിൽ നിരപരാധിയാണ്. ഇതിലെ യഥാർത്ഥ പ്രതി 1-ാം പ്രതി മന്ത്രിയും അൻസാരിദാസും, 2-ാം പ്രതി എന്ന് പറയുന്നത് ആകാശും, പിന്നെ കുറെ രാഷ്ട്രീയത്തിലെ ആൾക്കാരാണ്. അതിന്റെ തെളിവും കാര്യങ്ങളൊക്കെ തന്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചക്കിയുടെ അച്ഛന്റെ കയ്യിലുള്ള ആ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം തന്നെ നമ്മുടെ ഇഷിത കോടതിക്ക് മുമ്പിൽ ഹാജരാക്കാണ്. അങ്ങനെ കോടതി ആ തെളിവും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ആകാശാണെങ്കിൽ ആകെ വെള്ളം കുടിച്ചു പോവാട്ടോ. ഈശ്വര, എല്ലാം കൈവിട്ടു പോയി. ഇവളെല്ലാ തെളിവുകളായിട്ടുള്ള വന്നിരിക്കണത്. താൻ മിക്കവാറും ജയിലിലാവേണ്ടി വരുമോ? മന്ത്രി അൻസാരിദാസ് ജയിലിലായാലും കുഴപ്പമില്ല, തനിക്ക് ജയിലിലാവാൻ പാടില്ല. അതിനുവേണ്ടി എന്തെങ്കിലും തരികിട പരിപാടി കാണിച്ചേ പറ്റുമെന്ന് ആകാശം വിചാരിക്കുകയാണ്. അങ്ങനെ ഇഷിതയാണെങ്കിൽ എല്ലാവരും കൊടുക്കുന്ന രീതിയിലാട്ടോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കണത്. അപ്പൊ അതോടുകൂടി നമ്മുടെ ജഡ്ജി ഒരു തീരുമാനത്തിലെത്താണ്. ഈ കേസിൽ വിനോദ് നിരപരാധിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ കേസിന്റെ തുടരന്വേഷണത്തിന് വേണ്ടിയിട്ട് വേറൊരു ഉദ്യോഗസ്ഥന് അവിടെ ഉണ്ടായിരുന്ന ആ പോലീസുകാരനുണ്ടല്ലോ ജോർജ്, അയാളെ അവിടെ നിന്ന് സ്ഥലം മാറ്റം വെച്ചിട്ട് വേറെ നല്ലൊരു പോലീസുകാരനെ അവിടേക്ക് വരുത്താണ്. അതിനുശേഷം ഈ കേസിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആ പോലീസുകാരുടെ അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിനോദിനെ മോചിപ്പിക്കുകയാണ്. വിനോദ് പൊട്ടിക്കരഞ്ഞു പോട്ടെ കോടതിയിൽ. കാരണം എത്രയോ നാള് വിനോദ് ഒരു കുറ്റവാളിയായിട്ടാണ് സമൂഹം കണ്ടിരുന്നത്. വിനോദിനെ കുറിച്ച് എത്ര വൃത്തികെട്ട രീതിയിലുള്ള വാർത്തകൾ വന്നു. വിനോദ് എത്ര നാള് ജയിലിൽ കിടക്കേണ്ടെന്നോ, എത്ര മാസങ്ങൾ ജയിലിൽ കിടക്കേണ്ടെന്നോ. അതുകൊണ്ട് തന്നെ വിനോദ് ആദ്യം നന്ദി പറഞ്ഞ തന്റെ ഏടത്തിയെടുത്ത് തന്നെയാണ്. പിന്നെ തന്റെ ഏട്ടനോടും. തന്റെ ഏട്ടനും ഏടത്തി ഇല്ലെങ്കിൽ തനിക്കിപ്പോ ഇങ്ങനത്തെ ഒരു ജീവിതം ഉണ്ടാവില്ലെന്ന് വിനോദിനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ വിനോദ് പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു പോവാട്ടോ. ഇഷിതയും മഹേഷും വിനോദിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. കോടതിയിലേക്ക് സുചിത്രയും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കോടതി റൂമിൽ വെച്ചിട്ട് തന്നെ സുചിത്രയുടെ കൈ വിനോദിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ് ഇഷിതയും മഹേഷും കൂടി. അങ്ങനെ കേസൊക്കെ ജയിച്ച് വിനോദ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. അവിടെ ആഘോഷത്തിന്റെ പരിപാടിയായിട്ടോ. കാരണം ഇഷിതയും മഹേഷും അതുപോലെ നമ്മുടെ വിനോദും ഉണ്ട്, സുചിത്രയുണ്ട്, പ്രിയാമണി, എല്ലാവർക്കും സന്തോഷമാവാണ്. എത്രയും പെട്ടെന്ന് തന്നെ വിനോദിന്റെയും സുചിത്രയുടെ വിവാഹം നടത്താനുള്ള പുറപ്പാടിലാട്ടോ. പിന്നെ അവരങ്ങോട്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.